ഇതിലെ 2 ഡയറക്ടർമാരാണ് ഈ കമ്പനിക്കുള്ളത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിലൊരു ഡയറക്ടർ ഓട്ടോറിക്ഷക്കാരനും മറ്റൊരു ഡയറക്ടർ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജ് നടത്തിപ്പുകാരനുമാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് സാധാരണ ഒരു MLA ആയിരുന്ന സമയത്ത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ നേരത്തെ കേട്ടത്. 2021 നിയമസഭ ഇലക്ഷന് കുറച്ച് മുൻപായിട്ട് 2020 സംസ്ഥാനത്ത് സ്പ്രിംഗ്ലറിൻ്റെ പേരിൽ പ്രതിപക്ഷം അനാവശ്യ വിവാദം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം പറയുന്നത്. ഈ കാര്യം പ്രേക്ഷകർ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അന്ന് 2020 തന്നെ സംസ്ഥാന സർക്കാർ കോവിഡിനോടനുബന്ധിച്ച് വാതിൽപ്പടി ഡോക്ടർ സേവനം കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ ഏൽപ്പിക്കുന്നു. ആ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനകത്ത് ആ കമ്പനി ഉടമയുടെ പിതാവും അദ്ദേഹത്തിൻ്റെ അമ്മാവനുണ്ട്, അങ്കിളുമുണ്ട്. ആ പിതാവ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, അമ്മാവൻ ഒരു ലോഡ്ജിലെ കെയർടേക്കറുമാണ്. ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ആ കമ്പനി ഉഡായിപ്പ് കമ്പനിയാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ആ സതീശൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിന് വീണ്ടും പ്രസക്തിയുണ്ട്. സതീശൻ മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നമുക്കെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പക്ഷേ പഴയ കാര്യം ഇപ്പോൾ പറയേണ്ട ഒരു അത്യാവശ്യമായ കാര്യമുണ്ട്. സതീശൻ്റെ ആ വാക്കുകൾ 2020 സതീശൻ പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ടെലിമെഡിസിൻ പദ്ധതി IMAയുമായി സഹകരിച്ചുകൊണ്ട് IMAയിലെ ഡോക്ടർമാരെ ഫോണിൽ വിളിച്ചാൽ ക്വാറന്റൈനിലുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും സഹായം കിട്ടുമെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു കമ്പനിയുമായി ചേർന്നുകൊണ്ടാണ്. ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ധാരണയെത്തിയിരിക്കുന്നത്. ഈ കമ്പനിക്ക് ഈ ഡോക്ടർമാരെ വിളിക്കുന്ന എല്ലാ ഫോൺ കോളുകളും അതിൽ ഓരോ രോഗി പറയുന്ന എല്ലാ മെഡിക്കൽ ഹിസ്റ്ററിയും അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അത് അവരുടെ സെർവറിലേക്ക് പോവുകയാണ്, ഈ കമ്പനിയുടെ സെർവറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള മറ്റൊരു സംവിധാനവും കൂടി ചെയ്തിരിക്കുകയാണ്. ആരാണ് ഈ ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്ന കമ്പനി? ഇത് ഈ രംഗത്ത് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണോ? അല്ലെങ്കിൽ പരിചയസമ്പന്നരായ കമ്പനികൾ വന്നപ്പോൾ അതിൽ നിന്ന് നടപടിക്രമം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനിയാണോ? ഒന്നുമല്ല. ഈ കമ്പനി രജിസ്റ്റർ ഓഫ് കമ്പനീസ് അനുസരിച്ച് ആക്ട് അനുസരിച്ച് അന്വേഷിച്ചപ്പോൾ ഈ കമ്പനി ഈ ഫെബ്രുവരി 2020 ഫെബ്രുവരി 19 ഈ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 1 മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ടെലിമെഡിസിൻ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്. അതിന് തൊട്ട് മുൻപായി ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. ഈ ടെലിമെഡിസിൻ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഏപ്രിൽ 7 ഈ കമ്പനിക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. കമ്പനിക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ പദ്ധതി പ്രഖ്യാപിക്കാനുണ്ടായത്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കമ്പനി നടത്തുന്ന ഇടപാടുകൾ എന്ത് വിശ്വാസ്യതയുടെ പുറത്താണ് ഇതുപോലെ ഈ അടുത്ത കാലത്ത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ, മെഡിക്കൽ ഡാറ്റ പോലുള്ള വിവരങ്ങൾ കൈമാറാനുള്ള അനുവാദം സർക്കാർ കൊടുത്തിരിക്കുന്നത്? ഇതിലെ 2 ഡയറക്ടർമാരാണ് ഈ കമ്പനിക്കുള്ളത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിലൊരു ഡയറക്ടർ ഓട്ടോറിക്ഷക്കാരനും മറ്റൊരു ഡയറക്ടർ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജ് നടത്തിപ്പുകാരനുമാണ്. ധാരാളം ടെക്നോ പാർക്കിലെ കമ്പനികളടക്കം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ അടക്കം ഈ പദ്ധതി, ഈ ക്വിക്ക് ഡോക്ടർ പദ്ധതി ടെലിമെഡിസിൻ ചെയ്യാമെന്ന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും അവരെ മാറ്റി നിർത്തി ഫെബ്രുവരി 20 ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിക്ക്, സ്വന്തമായ ഒരു വെബ്സൈറ്റ് പോലും ഇല്ലാത്ത ഒരു കമ്പനിക്ക് എന്തുകൊണ്ടാണ് ഈ ടെലിമെഡിസിൻ പദ്ധതി സർക്കാർ കൊടുത്തതെന്ന് വ്യക്തമാക്കണം. സതീശൻ ഈ പറയുന്നത് ക്വിക്ക് ഡോക്ടറിനെ കുറിച്ചാണ്. ക്വിക്ക് ഡോക്ടർ എന്ന് പറയുന്നത് എറണാകുളത്തുള്ള ട്രാൻസ്മിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ആപ്പായിരുന്നു. ഡോക്ടർ സേവനങ്ങൾ, വാതിൽപ്പടി ഡോക്ടർ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു കമ്പനിയാണ്. കോവിഡിനോടനുബന്ധിച്ച് വാതിൽപ്പടി സേവനങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഈ കമ്പനിയാണ് ഏൽപ്പിച്ചത്. സൗജന്യമായിട്ട് ആണ് അവർ ചെയ്തത്. അന്ന് കോവിഡിനോടനുബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന പോലും സംസ്ഥാനത്തിന് നല്ലൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാണ് ട്രാൻസ്മിയോ എന്ന കമ്പനി അത് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതിനെ ഇകഴ്ത്തി കാണിക്കാനാണ്, ഓട്ടോറിക്ഷക്കാരൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അതിനെ ഇകഴ്ത്തി കാണിക്കാനാണ് പ്രതിപക്ഷവും അന്ന് ശ്രമിച്ചത്. കാര്യമായി അന്വേഷിക്കാൻ പ്രതിപക്ഷവും അന്നും ഇന്നും ശ്രമിച്ചിട്ടില്ല. അന്ന് കുറച്ചുകൂടി അന്വേഷിക്കാൻ പോയായിരുന്നെങ്കിൽ കാര്യങ്ങൾ മനസ്സിലായേനെ. ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ ഒരു വാർത്തയാണ്. വാർത്ത ഇങ്ങനെയാണ്: ഷെല്ലിൻ്റെ സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ പദ്ധതിയിൽ കേരള കമ്പനി എന്ന് പറഞ്ഞ വാർത്തയാണ്. ആ വാർത്ത ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. മാതൃഭൂമി ദിനപത്രമാണ് ആ വാർത്ത പബ്ലിഷ് ചെയ്തത്. ആ വാർത്ത
വാർത്തയ്ക്കകത്ത് പറഞ്ഞ കാര്യമുണ്ട്. കേരളം ആസ്ഥാനമായ ട്രാൻസ്മിയോ IT സൊല്യൂഷൻസ് transmio.com എന്ന സ്റ്റാർട്ടപ്പ് ബ്രിട്ടീഷ് എണ്ണവാത കമ്പനിയായ ഷെല്ലിൻ്റെ ആപ്പ് ആക്സിലേറ്റർ പദ്ധതിയായ E4 ആക്സിലേറ്റർ പ്രോഗ്രാമിൽ ഇടം നേടി. ട്രാൻസ്മിയുടെ വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കുന്നതിനൊപ്പം മൂലധന നിക്ഷേപവും പദ്ധതിയുടെ ഭാഗമായി ഷെൽ കൊണ്ടുവരും. ഇടപാടിൻ്റെ ഭാഗമായി ഷെല്ലിൻ്റെ പ്രതിനിധി കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ അംഗമാകും. അങ്കമാലി സ്വദേശി സഫിൽ സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ട്രാൻസ്മിയോ എണ്ണവാതക പൈപ്പ് ലൈനുകളിലെ ചോർച്ചയും മോഷണവും നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, ഫൈബർ സെൻസിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെ കണ്ടെത്തുന്ന സോഫ്റ്റ്വെയറും ഹാർഡ്വെയറുമാണ് വികസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് വാർത്ത. ഇതേ സഫിൽ സണ്ണിയാണ് 2020 നമ്മുടെ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് കോവിഡിനെ നേരിടാൻ വേണ്ടി ക്വിക്ക് ഡോക്ടർ എന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തെയാണ് ആക്ഷേപിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അന്ന് തുനിഞ്ഞിറങ്ങിയത്. പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചാണ് പറഞ്ഞത്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഡയറക്ടർ ബോർഡിൽ വന്നു എന്നുള്ളത് കൊണ്ട് ആ കമ്പനി ഫേക്ക് കമ്പനി ആകുമോ? അതൊരു വലിയ ചോദ്യമാണ്. VD സതീശൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഉള്ളിനുള്ളിൽ ഇരിക്കുന്ന കടുത്ത ജാതിവരയുടെ മറ്റൊരു ഉദാഹരണമായിരുന്നു അത്. അടിസ്ഥാന വർഗം എന്നും അടിസ്ഥാന വർഗമായിട്ട് തന്നെ തുടരണം എന്ന് നിർബന്ധമുള്ള വ്യക്തിയെ പോലെയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പെരുമാറിയത്. അന്ന് അദ്ദേഹം ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ല, അന്ന് ചെന്നിത്തലയാണ്. അന്ന് അദ്ദേഹം ഒരു സാധാരണ MLA ആണ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ തൊഴിലാളിയാണ്. ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലെവലായിരുന്നു അന്ന് VD സതീശൻ. ഒരു കൃത്യം പറഞ്ഞാൽ 4-4.5 വർഷം മുമ്പ് വരെ ഇന്ന് രാഹുൽ മാങ്കൂട്ടം എങ്ങനെയായിരുന്നു ആ ലെവലിൽ തന്നെയായിരുന്നു VD സതീശൻ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത് വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് VD സതീശൻ ഇന്നലെ വാചാലനാവുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എങ്ങനെ എഴുതി കാണിക്കാമെന്ന് വെറും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനി ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് സഫിൽ സണ്ണിയുടെ ആ കമ്പനി ഏകദേശം 300 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ള ഒരു വലിയ കമ്പനിയായിട്ട് വളർന്നിരിക്കുകയാണ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വന്തം കമ്പനി. മാത്രമല്ല, നേരത്തെ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് സഫിൽ സണ്ണി. സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണമെന്ന ആവശ്യമായിട്ട് അല്ല ഒരു മോഹമായിട്ട് അദ്ദേഹം കേരളത്തിലാണ് വരുന്നത്. കേരളത്തിലാണ് അദ്ദേഹം ആ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത്. എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് അതിൻ്റെ ആസ്ഥാനം. അവിടെ നിന്നാണ് ആ കമ്പനി വളർന്ന് ഇപ്പോൾ ഷെല്ലിൻ്റെ, ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ മറ്റൊരു ഉപകമ്പനിയുടെ ഷെല്ലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരെ നേടി ആ കമ്പനി വളർന്നിരിക്കുകയാണ്. അന്ന് ആ ഇതിനകത്ത് എന്ന് വെച്ചാൽ കോവിഡിൻ്റെ സമയത്തുള്ള സംസ്ഥാന സർക്കാരുമായി ചേർന്നുള്ള ആ ക്വിക്ക് ഡോക്ടർ എന്ന് പറയുന്ന ആ ആപ്പിൻ്റെ കാര്യത്തിനകത്ത് ഒരു അഴിമതി നടന്നിരുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിച്ചത്. മാത്രമല്ല, അദ്ദേഹം അപമാനിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഡയറക്ടർ ബോർഡ് അംഗമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് ഉടായ്പാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചും വാചാലനാകുന്ന പ്രതിപക്ഷ നേതാവിന് ഇങ്ങനത്തെ ഒരു പാസ്റ്റ് ഉണ്ട് എന്ന കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കേണ്ടതാണ്. പ്രേക്ഷകർ മാത്രമല്ല, മലയാളികളും കോൺഗ്രസ്സുകാരും ഓർക്കേണ്ടത് തന്നെയാണ്.